ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള തെറിയോ അല്ലെങ്കിൽ മോശ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. കാരണം അങ്ങനത്തെ ഒരു ടോപ്പിക്കിലാണെന്ന് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഒരു പ്ലസൻ്റായ ടോപ്പിക്കല്ല. ഒരു മാസം മുമ്പാണ് നെടുമങ്ങാട് ഒരു 1.5 വയസ്സുകാരനെ അവൻ്റെ അമ്മയും ചെറിയച്ഛൻ എന്ന് പറഞ്ഞ നായിൻ്റെ മോനും ചേർന്നിട്ട് രണ്ടുപേര് ചേർന്ന് പീഡിപ്പിച്ച് കൊന്നത്. എത്രയോ കാലങ്ങളായി ആ കൊച്ചിനെ പീഡിപ്പിക്കുകയാണ്. അമ്മ എന്നുള്ളൊരു വാക്കിന് വിലയും കൂടി ഇല്ലാതെയാണ് ആ മോള് ഇങ്ങനെയൊക്കെ ആ കുട്ടീൻ്റെ അടുത്ത് ചെയ്തത്. അതുകൂടാതെ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന അവൻ ആ കുട്ടീൻ്റെ മേത്ത് സിഗരറ്റ് വെച്ച് പോലും ഈവൻ പൊള്ളിപ്പിച്ചു. ആ കുട്ടീൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് ഏകദേശം 50 to 60 മുറിവുകൾ വരെ ആ കുട്ടീൻ്റെ മേത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ വേറൊരു വേർഷൻ കർണാടകയിലാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മളെ നാട്ടിലായാലും പാരൻസ് അച്ഛനും അമ്മയും രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണെങ്കിലോ അതേപോലെ വീട്ടിലെ കുട്ടികളെ നോക്കാൻ വേറെ ആരെങ്കിലും ഇല്ലെങ്കിലോ നമ്മൾ അവരെ ഡേ കെയറിലാക്കുകയാണ് പതിവ്. അങ്ങനെ ബാംഗ്ലൂരിലുള്ള ഒരു ഡേ കെയറിൽ, അതായത് ക്യാപ്ജെമിനി എന്നുള്ളൊരു IT കമ്പനി, ആ IT കമ്പനീൻ്റെ ക്യാമ്പസിലുള്ള അവർ തന്നെ കീഴിലുള്ള ഒരു ഡേ കെയർ ഉണ്ട്. ആ ഡേ കെയറിലാണ് ഈ ഒരു ഇഷ്യൂ നടന്നിരിക്കുന്നത്. എന്താ രസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് നമ്മുടെ നാഷണൽ മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ ഒരു ചാനലിലും ഞാൻ ഇതിനെക്കുറിച്ചുള്ള ന്യൂസോ വേറെ എന്തെങ്കിലും ഒന്നും കണ്ടില്ല. അതായത് ഇവിടെ ഈ ഡേ കെയറിൽ കുട്ടികളെ നോക്കാനായിട്ട് 5 നാനിമാരുണ്ട്, അതായത് 5 സ്ത്രീകളുണ്ട് അവരെ നോക്കാൻ വേണ്ടിയിട്ട്. ഇവർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുകയും അതേപോലെ പല രീതിയിലും ടോർച്ചറിങ്ങും പല രീതിയിൽ ദ്രോഹിക്കുകയൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ഒരു റിപ്പോർട്ട് ഇപ്പോഴാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ കുറേ ബ്രൂട്ടലായിട്ടുള്ള കുറേ വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഈ ആയമാരെന്ന് പറയുന്ന ഈ പുന്നാര മക്കൾ ആ കുട്ടികൾ എന്താ ചെയ്തു അറിയോ? അവിടെ ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ ഫ്രണ്ട് ലോഡഡ് വാഷിംഗ് മെഷീനാണ്. ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഈ 2 വയസ്സ് മുതൽ 3 വയസ്സുള്ള കുട്ടികളെ കയറ്റിയിരുത്തുക, എന്നിട്ട് അതിൻ്റെ വാതിലടയ്ക്കുക. അതേപോലെ ബാത്റൂമിലെ യൂറോപ്യൻ ക്ലോസറ്റിൽ കുട്ടികളെ കയറ്റിയിരുത്തി പേടിപ്പിക്കുക. അതിനോട് ഉപയോഗിക്കുന്ന വാട്ടർ ജെറ്റ് എടുത്തിട്ട് കുട്ടികളെ മുഖത്തേക്ക് വെള്ളം ചീറ്റിക്കുക. ഇങ്ങനത്തെ ഒരുപാട് പീഡനങ്ങളാണ് ആ കുട്ടികളെ നേരെ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. ഇത് എന്ന് നടന്നതാണെന്ന് അറിയില്ല, പക്ഷേ ഇപ്പോഴാണ് റീസെൻ്റ്ലിയാണ് ഈ ഒരു വീഡിയോസ് എല്ലാം നാഷണൽ മീഡിയാസിലെല്ലാം വരുന്നത്. ഈ ഡേ കെയറിൽ വിടുന്ന കുട്ടികളൊക്കെ മാക്സിമം പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ്. അവർക്ക് കാര്യങ്ങൾ എന്താ നടക്കുന്നതെന്നോ വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എങ്ങനെ പറയേണ്ടതെന്നും കൂടി അവർക്ക് അറിയണ്ടാവില്ല. ചില കുട്ടികൾ സംസാരിക്കാൻ കൂടി തുടങ്ങിയിട്ടുണ്ടാവില്ല. എനിക്ക് 2 മക്കളാണുള്ളത്, അതിൽ രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സ് മാത്രമായിട്ടുള്ളൂ. അവൻ ഇനി മര്യാദയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് ബേസിക് വേർഡ്സ് പറയും, കുറച്ച് കാര്യങ്ങൾ അവൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നല്ലാതെ വേറെ ആൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്നില്ല. അങ്ങനത്തെ കുറേ കുട്ടികളാണ് അവിടെ ഈ ഡേ കെയറിൽ പോകുന്നത്. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കാൻ മാത്രം ഇവളുമാർക്ക് എന്ത് കഴപ്പാണ് ഉണ്ടായതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഇപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ട വീഡിയോയിൽ ലാസ്റ്റ് വയ്ക്കുന്നത് ഇനി കരയോ മിണ്ടാതിരുന്നോണം എന്നൊക്കെയുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ കുട്ടികളെ സൈലൻ്റ് ആക്കുന്നവർ. ഇതിപ്പോൾ ഒരു കുട്ടീൻ്റെ അടുത്താണോ അതോ എല്ലാ കുട്ടികളുടെ അടുത്തും ഇങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് അറിയില്ല. പിന്നെ ഈ വീഡിയോൻ്റെ താഴെ ചിലർ കമൻ്റായിട്ട് വരുന്നുണ്ട്, എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ വീട്ടുകാർ ഗ്രാൻഡ് പാരൻസിനെ കൊണ്ട് നിർത്തണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുട്ടികളെ അവിടെ ഇതുപോലുള്ള ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഡേ കെയറിലാക്കുന്നൊക്കെ ഒരു തെറ്റാണ് പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ വീട്ടുകാർ ഈ കുട്ടികളെ ഒരിക്കലും ഡേ കെയറിൽ വിടുകയില്ല. എല്ലാ ഗ്രാൻഡ് പാരൻസിന് ഈ കുട്ടികളെ നോക്കാനുള്ള ഫിസിക്കലി ഒരു ഫിറ്റ് ആയിരിക്കണം എന്നില്ല. അവർക്ക് അവരുടേതായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഈ കുട്ടികളെ പിന്നാലെ ഓടി നടക്കാനും അവരെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനത്തെയൊക്കെ കുറേ ഇഷ്യൂസുള്ള പാരൻസാണ് ഈ കുട്ടികളെ ഈ ഡേ കെയറിലാക്കുന്നത്. അതും പൈസ കൊടുത്ത് അവരെല്ലാ ഫെസിലിറ്റീസും കിട്ടും, അവർ കുട്ടികളെ സേഫ് ആയിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ. പക്ഷെ അവിടേക്ക് കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഒരവസ്ഥ. ഇത് നടക്കുന്നത് മെയിനായ ഇന്ത്യയിലെ നല്ലൊരു IT കമ്പനിയായ ക്യാപ്ജെമിനിയുടെ സ്വന്തം ക്യാമ്പസിലുള്ള ഒരു ഡേ കെയറിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പുറമെ എത്ര ഡേ കെയറുകളുണ്ട്, അവിടെ എന്തൊക്കെ നടന്നേക്കാം. എല്ലാ ഡേ കെയറുകളും ഇതുപോലെ ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ ഇതുപോലെ നടക്കാം. ക്യാപ്ജെമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT സർവീസ്, IT റിലേറ്റഡായ സർവീസുകളൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിക്ക് ജോലിക്ക് പോകുന്ന പാരൻസിന് അവരെ കുട്ടികളെ നോക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സർവീസിനെ അവർ ഓപ്റ്റ് ചെയ്യുന്നത്.
അത് ഫ്രീ ആയിട്ടൊന്നല്ല ഇവർക്ക് ഈ ക്യാബ് ജെമിനി സർവീസ് എന്തായാലും കൊടുക്കുന്നുണ്ടാവുക. ഒന്നല്ലെങ്കിൽ സാലറിയിൽ നിന്ന് ഈ ഒരു ഡേ കെയറിന് വേണ്ട ചിലവ് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട് ഒരു കൊല്ലത്തേക്ക്. ശരിക്കും പറയാന്ന് വെച്ചാൽ എൻ്റെ ഒക്കെ ഒരു അറിവ്, ഞാനിവിടെ ബാംഗ്ലൂരാണ്, ഒരു മണിക്കൂറിന് 500-600 വെച്ച് മേടിക്കുന്ന ഡേ കെയറുകളുണ്ട് ഇവിടെ. സോ അത്രത്തോളം കോസ്റ്റ്ലി ആയ ഒരു സർവീസാണ് ചെയ്യുന്നത്. നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സർവീസും ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യും. പിന്നെ ആൾക്കാർക്ക് വേറൊരു ചിന്തയും കൂടി ഉണ്ടായിരിക്കും, ഇങ്ങനത്തുള്ളൊരു ഇത്രയും ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ, അത്രയും പൈസ കൊടുക്കുന്ന സ്ഥാപനത്തിൽ അവരുടെ കുട്ടികൾ സേഫാണ് എന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നുമല്ല ഈ ഒരു ഡേ കെയറിൽ നടക്കുന്നത്. ഇതിപ്പോൾ ഈ ബാംഗ്ലൂർ മാത്രം നടക്കണമെന്നില്ല, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഡേ കെയറുകളുണ്ട്. എല്ലായിടത്തും പാരൻസ് വിശ്വസിച്ചാണ് കുട്ടികളെ ആക്കുന്നത്. കുട്ടികൾ സേഫ് ആയിരിക്കും എന്നുള്ളൊരു സംഗതി കൊണ്ടാണ് പാരൻസ് അവരെ ഡേ കെയറിലാക്കുന്നത്. പക്ഷേ എന്താ പറയുക, എന്തായാലും ഈ ഡേ കെയർ ക്യാബ് ജെമിനി തൽക്കാലം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ആയമാരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ ചൈൽഡ് സംരക്ഷണ വകുപ്പ് പ്രകാരമൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. കേസ് മാത്രം എടുത്താൽ പോരാ, ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത് അറിയുമോ?